ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ ഉമ്മയുടെ വക ചായ എത്തി. അടുക്കളയിലേക്ക് ചെന്നപ്പോഴേ പൂരി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ലാമിയ. ഇതിങ്ങനെ പൊങ്ങി വരണ കാണാൻ തന്നെ എന്ത് രസമല്ലേ. ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയോടൊപ്പം തന്നെ പത്തിരിയും ചെമ്മീൻ പൊരിച്ചതും ചിക്കൻ കറിയും ബീഫ് റോസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്രയും വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടുണ്ടാവാൻ ചാൻസേ ഇല്ല. കല്യാണം പ്രമാണിച്ച് 2 ദിവസം ഞാൻ ഡയറ്റൊക്കെ സ്കിപ്പ് ചെയ്തേക്കുമായിരുന്നു. ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞുകൊണ്ട് കുറച്ചു നേരം വീടിന്റെ പുറത്തൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അവിടെ വെച്ച് സമയം പോകുന്ന എത്ര പെട്ടെന്നാന്ന് എനിക്ക് പോലും മനസ്സിലായി. അങ്ങനെ ചെറിയൊരു വിഷമത്തോടെ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് പോകാൻ റെഡിയായി. ഇതെനിക്ക് കുറച്ച് നാൾ മുമ്പ് ലാമിയെ ഗിഫ്റ്റ് ചെയ്ത ചുരിദാറായിരുന്നു. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഉമ്മയോടും ഉമ്മമ്മയോടും താത്തയോടും ഒക്കെ ടാറ്റ പറഞ്ഞിറങ്ങിയപ്പോ എന്നെ പോലെ തന്നെ ചെറിയ സങ്കടം അവർക്കും ഉണ്ടായിരുന്നു. അതെങ്ങനെയാ വാ തുറന്നാ പിന്നെ ഞാൻ വായടക്കത്തേ ഇല്ലല്ലോ. എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വേണ്ടി ലാമിയുടെ ഒപ്പം തന്നെ ലിനോ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ദിവസം ഞാൻ വല്ലാണ്ട് ആസ്വദിച്ചു. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെത്തി. സത്യം പറഞ്ഞ എന്നോടുള്ള ഇവരുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. സ്വന്തം ബന്ധമൊന്നും അല്ലെങ്കിലും എന്നെ സ്നേഹിക്കാൻ ഇതുപോലെ കുറച്ച് പേരൊക്കെ ഉണ്ട്. പോകുമ്പോൾ കഴിക്കാൻ വേണ്ടി ഉമ്മയുടെ ഫുഡ് കൂടാതെ തന്നെ ലാമിയെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി തന്നു. എന്റെ സ്വഭാവം വെച്ച് ഞാൻ എല്ലാവരോടും പെട്ടെന്ന് അറ്റാച്ച്ഡ്. അതുകൊണ്ട് തന്നെ ഈ ബൈ പറഞ്ഞ പോക്ക് എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും നേരെ ഓടി വന്ന് ഫുഡ് കഴിക്കാനാണ്. പത്തിരിയും ചിക്കൻ കറിയും ചെമ്മീൻ പൊരിച്ചൊക്കെ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ചെന്നത് മെട്രോ പിടിക്കാം. എന്നും മെട്രോ സ്റ്റേഷനിൽ വരുമ്പോൾ ഇതുപോലൊരു വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. 2 ദിവസം യാത്ര കഴിഞ്ഞ് ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോൾ ഞാൻ നാട്ടിലെത്തി. അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ടാറ്റാ.